ധ്യാൻ്റെ ഒരു സിനിമ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി. ഒരു 10 വർഷത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ലുക്കൊന്നും മാറാൻ പോകുന്നില്ല. ധൃതി വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പടം നമുക്ക് ഇറക്കി വിട്ടാൽ രൂപയിൽ നിന്ന് പേസ്റ്റ് പുറത്തെടുക്കുന്ന പോലെ. ഒരു നിരൂപകൻ പറഞ്ഞു, ഞാനെന്റെ ജൂനിയറിന്റെ ഫ്രീ ആണെന്ന് തോന്നുന്നു. ഒരു സീസണിൽ ഞാനായിരുന്നു. പിന്നെ 3-4 പടം ഞാൻ വിളിച്ചില്ല. ആ ഇന്റർവ്യൂ മാത്രം ഞാൻ കണ്ടത്, ആ നിരൂപണം മാത്രം. വേഷം കിട്ടാൻ നിർത്തി വെച്ചേക്ക. വളരെ ഇനിയിപ്പോ ഇതിന്റെ ട്രോള് വരരുത്. പ്രഭാസിന്റെ പോലത്തെ വേഷത്തിൽ. ഇന്നിപ്പോ നമ്മളുടെ മന്ത്രിയായ ഗണേഷ് ചേട്ടൻ ഇതിന്റെ ആശയം ഒരു സ്കൂളിൽ പ്രാബല്യത്തിൽ വരുത്തി. അപ്പൊ മന്ത്രി ശിവൻകുട്ടി ഇത് കാണേണ്ട സിനിമയാണ്. കൈ ഒടിയുമ്പോൾ എങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരാക്കാം എന്ന് വെച്ചിട്ട് പുള്ളി ഇനാഗ്രേഷൻസ്, ചാനൽ ഇന്റർവ്യൂസ്, അങ്ങനെയൊക്കെ. ഏതൊരു പടത്തിൽ ഷോരൻ ദിലീപ് കുമാറിനെ പോലെ ഷാളാക്കിട്ടാ വിളിക്കുന്നത്. എങ്ങോടാ പോണെന്ന് മനസ്സിലായെന്നാണ് പറയണേ. നമസ്കാരം. പുത്ത സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. ജോണി ചേട്ടോ. പിന്നെയും ജോണി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അത് നല്ലതല്ലേ, നല്ല സമയം. ഹൈദരാലിയെ തന്നെ കാണണം. എന്നെ തന്നെ കാണണം. അജു സന്തോഷം. അതല്ലേ. അപ്പോൾ പുതിയ സിനിമ വീണ്ടും നമ്മൾ സിനിമയുടെ പ്രൊമോഷനിലേക്ക് എത്തുകയാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എനിക്ക് സിനിമൻ്റെ തുടക്കം മുതൽ കുറേ കഥകൾ കേട്ടാണ്. ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ റിലീസ്, ഞാനും നിന്ന് ഒരു പോസ്റ്ററൊക്കെ ഇട്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ സിനിമ കറക്റ്റ് ടൈമിങ്ങിലേക്ക്, ഇലക്ഷനൊക്കെ നടക്കുന്നു, റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിന് കൂടെ നമ്മുടെ സിനിമയും റിലീസിന് ഒരുങ്ങുകയാണ്. ജോണി ചേട്ടാ, എങ്ങനെയുണ്ട് ഈ സിനിമ? ഒന്ന് പറയും ഈ സിനിമയെക്കുറിച്ച്. ഇത് തീർച്ചയായിട്ടും ഒരു കുറച്ച് യുവാക്കളുടെ ഒരു സംരംഭമാണ്. അങ്ങോട്ട് മാറിയിരിക്കാൻ വേറെ യുവാവിനെ അതല്ല, വേറെ കൊച്ചു അതങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ സിനിമസൊക്കെ ചെയ്ത് തുടങ്ങുന്ന കാലത്ത് പോലെ അങ്ങനത്തെ ചെറുപ്പം. തീർച്ചയായിട്ടും അവരുടെ തന്നെ ഒരു വിശ്വാസവും അവരുടെ തന്നെ ഒരു ഉറപ്പും ഒക്കെയാണ് ഈ സിനിമ. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ടോട്ടാലിറ്റിയിൽ. ഇപ്പം നമ്മളിപ്പോൾ 5-10 സീൻ അഭിനയിച്ച് പോകുന്നു, അവർ പറയുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനെ അങ്ങനെ ചെയ്യാമോയെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ അവർ പറയുന്നു കുഴപ്പമില്ല ചേട്ടാ ചെയ്തോളാൻ പറയുന്നു. ചിലപ്പോൾ പറഞ്ഞു ചേട്ടാ അത് വേണമെന്ന് ചോദിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായും നമ്മൾ നിന്ന് കൊടുത്ത സിനിമയാണ്. കാരണം അത് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഇപ്പോൾ സിനിമ കണ്ടവർ, ഞാൻ ടോട്ടാലിറ്റി കണ്ടിട്ടില്ല, കണ്ടവർ പ്രൊഡ്യൂസറടക്കം ഇത് നന്നായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുട്ടികളുടെ സിനിമയുടെ ട്രെൻഡുണ്ട്. ഒരു വാഴ, അതുപോലെ തന്നെ പല്ലുട്ടി നന്നായിട്ട് പോകുന്നു. അപ്പം ഇത്തരം പടങ്ങൾക്ക് ഒരു ട്രെൻഡുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്കൂൾ കാലം ആയിരിക്കില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ സ്കൂൾ കാലം, അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവും അതിനെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ ഇവരുടെ പ്രായം കൊണ്ടും ഇവരുടെ അനുഭവ സമ്പത്ത് കൊണ്ടും സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു മുഴുവൻ വിശ്വാസം. ഇതിലും അപ്പനാണോ? അല്ല, ഇതിനകത്ത് അധ്യാപകൻ. എനിക്ക് മക്കളുണ്ടാവും, അവരെ കാണിക്കുന്നില്ല. അപ്പൻ കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞതിൽ ഒരു ലോഡ് അപ്പന്മാരാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതായത് ഞാനേ അപ്പൻ വേഷം വലിയ ആരും ഇല്ല. ഇപ്പം ലാലിച്ചാരും രഞ്ജിയേട്ടനൊക്കെ ഇച്ചിരി അത്തയും വേഷം, അങ്ങനെ അപ്പൻ വേഷം ചെയ്യുന്നത്. അപ്പം ഞാനൊരു അപ്പൻ, ആസ്ഥാന അപ്പൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴോ ഒരു ലോഡ് നിറച്ച് കുറേ അപ്പന്മാര്. അവരെയൊക്കെ മിമിക്രിയൊക്കെ ചെയ്യുന്നവരോ അവർക്ക് അങ്ങനെ ജീവിച്ചാൽ പോരെ. അപ്പം അപ്പന്മാര് ഇവരൊക്കെ എല്ലാരും അപ്പന്മാരാട്ടോ. ഇപ്പൊ 3 പിള്ളേരുടെ അപ്പനായി സ്വർഗത്തില്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയത്തില്ലതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആ കഥാപാത്രങ്ങളിലേക്ക് യോജിച്ചു വരുന്നുണ്ട്. ഇവരൊക്കെ ആ പ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയൊരു സെറ്റിലായി മാറണം. എന്തായാലും നല്ല സിനിമ. എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അജുവിന്റെ കഥാപാത്രം സ്ഥാനാർത്ഥിയാണോ? ഞാൻ മാഷാണ്. മാഷന്മാരാലോ അതിനകത്ത്. മാഷ് നല്ല ഹ്യൂമർ ക്യാരക്ടർ, രസമുള്ള ഒരു ക്യാരക്ടറാണ്, ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ. പിള്ളേരോടൊപ്പം രസിച്ച് ഉല്ലസിച്ച് കളിച്ചു പോകുന്നൊരു ക്യാരക്ടർ. സാറും ഞങ്ങളൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ എക്സ്പീരിയൻസ്? ജോണി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ ടീം ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വിനീഷാണ് ഡയറക്ടറെങ്കിലും വിനീഷ് മാത്രമായിട്ട് നമ്മളാരും കണ്ടില്ല അദ്ദേഹത്തെ. അവരെ ഒരു ടീമായിട്ട് തന്നെ, ക്യാമറ എഡിറ്റ് ചെയ്യുന്ന ആള്, റൈറ്ററിൽ ഉള്ള ആൾക്കാർ,
ഈ പിള്ളേരെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, ആക്ടിങ് ട്യൂട്ടർ, സാം എന്ന പുള്ളിയുടെ പേര്. ഈ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നിച്ചാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് ഈ സിനിമ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വന്ന് 5, 6, 7 സീൻ അഭിനയിക്കുന്ന നമുക്ക് മുഴുവൻ സിനിമയുടെ ടോട്ടാലിറ്റിയെക്കുറിച്ച് അവരുടെ അത്രയും ധാരണ ഉണ്ടാവില്ല എന്താണേലും. അപ്പം അവർ പറയുന്നതനുസരിച്ച് അവരോട് അഡാപ്റ്റ് ചെയ്ത് പോകാനാണ് ഞാനും ശ്രമിച്ചത്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ലേണിംഗ് ആയിരുന്നു. സിനിമ രസമുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ വാഴയും ചേട്ടൻ പറഞ്ഞ പല്ലോട്ടിയൊക്കെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മലയാള സിനിമയായി മാറിയത് വളരെ ഒരു നല്ല കാര്യമാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇപ്പോൾ റിലീസിന് ഒരുങ്ങുമ്പം, ഇപ്പം ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇതിൻ്റെ ആ റിസപ്ഷൻ കാണുമ്പം എനിക്ക് എപ്പോഴും സന്തോഷം, അതിശയം തോന്നിയിട്ട് ഞാൻ തന്നെ സംവിധായകനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്, എടാ എനിക്ക് ചില മെസ്സേജ് വരുമ്പോൾ ഞാൻ വളരെ ഞെട്ടലോടെ, നീ എങ്ങനെയാണ് കാര്യം, അത് അവരുടെ വിഷനാണ്. ഇപ്പം ദുബായ് കാണാത്തൊരാൾ ദുബായ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദുബായ് ഉണ്ട്, ആ പടത്തിൽ പറഞ്ഞ പോലെ. അതുപോലെ ഈ പുതിയ ആൾക്കാരുടെ പുതിയ വിഷൻ നല്ലതാകുമ്പം അത് ട്രെൻഡ് കാലത്തിനനുസരിച്ച് അംഗീകരിക്കപ്പെടും. അതിനോടൊപ്പം ഞങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ അവർ വിളിച്ചതിൽ ഞാൻ പേഴ്സണലി നന്ദിയുള്ള ആളാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ജോണി ചേട്ടനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ എടുക്കുന്നു, അജുവിന് അതിന് മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുന്നു, സജി ചേട്ടൻ അതിന് മുമ്പ് ഇൻ്റർവ്യൂ എടുക്കുന്നു. ഇതൊക്കെ ഇപ്പം നിങ്ങളെല്ലാ സിനിമകളിലും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ സിനിമയ്ക്ക് നിങ്ങളെ വേണം, ഒരു ഡയറക്ടർ വേണം, പ്രൊഡ്യൂസർ, അത് നിങ്ങളൊരു കഴിവ് കണ്ടെത്താണ്. പ്രേക്ഷകർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് വീണ്ടും സിനിമയിലേക്ക് സെലക്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ അജു ആണെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമയിലും ഉണ്ട് അല്ലേ. ഒരുപ്പെട്ട സിനിമ സ്വർഗത്തിലുണ്ട്, ആനന്ദ് ശ്രീബാലയിലുണ്ട്. ഇങ്ങനെ സിനിമകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഓരോ സിനിമകൾ വരുംതോറും നമുക്ക് ഭയമാണ്, ഈ സിനിമ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ അടുത്ത സിനിമ ഏറ്റെടുക്കും. അത്തരം ഒരു ഭയപ്പാട് എങ്ങനെയാണ് അജു കാണുന്നത്? ഭയം ഏറ്റെടുക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുന്നേ തന്നെ പോയി. ഭയമില്ല. നല്ല സിനിമ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈജാൻ്റെ എത്തിയോടെ ഭരതനാട്യം എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഞാൻ ആസ്വദിച്ചൊരു സിനിമയാണ്. അത് പക്ഷേ OTT വൻ വിജയമാണ്. തിയേറ്ററിൽ അവർക്ക് തന്നെ അവർ പ്രതീക്ഷിച്ച റെസ്പോൺസ് വന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ന് അത് എന്നാണെങ്കിലും റിസീവ് ചെയ്യും. സിനിമയുടെ സക്സസ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യുന്ന ആ ആർട്ട് വർക്ക് പ്രേക്ഷകരിലെത്തി അവർ സന്തോഷിച്ച് തിരിച്ചവർ അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന് ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഇടയ്ക്ക് റെഫറൻസ് ആയിട്ട് പറയുന്നത് സാജൻ ബേക്കറി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഭാഗമായ സിനിമ. അന്ന് തന്നെ എല്ലാവരും കൂടെ കൊന്ന സിനിമ. അപ്പോൾ ഞാൻ വിശ്വസിച്ചു അതൊരു മോശം സിനിമയായിരിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അതൊരു മോശം സിനിമ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു തെണ്ടി അതൊരു നല്ല സിനിമയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ നല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും മോശമല്ലാന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതിൻ്റെതായ സമയം വരുമ്പോൾ അതൊക്കെ അംഗീകരിക്കപ്പെട്ടുള്ളൂ. ഇപ്പൊ അരുൺ ചന്ദ്രന് ഗഗനചാരി വർക്കായപ്പോൾ സാജൻ ബേക്കറി നന്നായി. അവിടെയാണ് ഈ സിനിമ ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റും. ആപേക്ഷികമാണ് എല്ലാം. എങ്കിലും ഏറ്റവും സന്തോഷം ഒരു സിനിമാ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ സിനിമ ഓടി കാണുമ്പോഴാണ്. നമ്മൾ എത്ര ഇങ്ങോട്ട് OTT നല്ല അഭിപ്രായം പറയാലും ഇപ്പം നമ്മൾ തിയേറ്ററിൽ കൂടെ സക്സസ് ആകുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കുറേ പടങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കുറേ കൂടെ ഓടേണ്ടതായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞാലും ഞാനും സൈജുമൊക്കെ ചെയ്ത കുറേ ഒന്നിച്ച് ചെയ്ത പടങ്ങളുണ്ട്, അല്ലാത്ത പടങ്ങളുമുണ്ട്. ഉറപ്പായിട്ടും ഈ OTT റെസ്പോൺസ് കണ്ടാൽ നമുക്കറിയാം തിയേറ്ററിൽ ഓടേണ്ടതായിരുന്നു. കൂടെ വന്ന വലിയ പടങ്ങളുടെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ പടങ്ങളുടെയോ ഒഴുക്കിൽപ്പെട്ട് പോയ സിനിമകളാണ് തിയേറ്ററിൽ നിലനിർത്താൻ പറ്റാതെ. ഒരു മിനിമം ഓഡിയൻസ് വരികയും ഒന്ന് ശ്വാസം വിട്ടു തുടങ്ങുമ്പോഴേക്കും അടുത്ത സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ താരതമ്യേന വലിയ താരങ്ങളല്ലാത്ത സിനിമകൾക്ക് മാറേണ്ട അവസ്ഥ വരും. അതാരെയും കുറ്റപ്പെട്ട് കാര്യമില്ല, അത് കാലം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോൾ അങ്ങനത്തെ പടങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. തിയേറ്ററിൽ കുറേ കൂടെ കളക്ട്, കാരണം ഈ തിയേറ്റർ റവന്യൂവാണ് നമുക്ക് മെയിനായിട്ടും ഇനിയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം തിയേറ്റർ സിനിമകൾ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ വാഴയൊക്കെ ഓടിയത് പല്ലട്ട് ഓടുന്നത് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. കാരണം ഒരു ആത്മവിശ്വാസം അതിൻ്റെ നിർമ്മാതാക്കൾക്ക് നൽകും. പിന്നെ അജു ആണ് എന്നോട് ഈ സിനിമ ഇങ്ങനെ സിനിമ ഉണ്ട് ചേട്ടാ ചെയ്യണമെന്ന് പറയുന്നത്.
ഇതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റായിരിക്കും. ഈ കുട്ടികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയ നിർമ്മാതാക്കളാണ്. കാരണം ഒരു തരത്തിലും ഇപ്പോൾ റാഫിയിലൊക്കെ പറയുന്ന ആൾ പുള്ളി വളരെ സിൻസിയറായിട്ട് വീടേനെ വിളിച്ചപ്പോഴും പറഞ്ഞു, ചേട്ടാ പടം നന്നായി വന്നിട്ടുണ്ട് ചേട്ടാ ഒന്നും. ഞാൻ പറയാം, ചിലപ്പം ഒരു ദൈവാനുഗ്രഹത്താൽ നമുക്ക് എല്ലാ പടവും നമ്മൾ ഓടണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ ഇതും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. മുടക്ക് മുതൽ അല്ലെങ്കിൽ ലാഭം അദ്ദേഹത്തിന് തിരിച്ച് കിട്ടട്ടെ. ഒന്നും പറയുന്നില്ല. എങ്കിലാണ് ഈ പ്രൊഡ്യൂസർമാർ വീണ്ടും വീണ്ടും വരാൻ ഒരു ആർജമുള്ളല്ലോ. സത്യം, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്. അവര് നിലനിൽക്കണം. തീർച്ചയായും പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലുള്ള നമ്മളെല്ലാവരും ഉള്ളൂ. അതിലല്ലേ സ്വാഭാവികമായിട്ട് പടങ്ങളുടെ എണ്ണം മലയാള സിനിമയിൽ കുറയുന്നുണ്ട്. കാരണം ഇപ്പോൾ OTT പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു 3-4 മാസം ഒരു പിന്നെ ഈ അനിശ്ചിതത്വം ഉണ്ടാകുന്നതാണ്. പക്ഷേ അങ്ങനെ 3-4 മാസത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ് ഇത് മാറുമെന്നുള്ളത്. മാറിയേ പറ്റുള്ളൂ. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. കോവിഡും പ്രളയം അതിജീവിച്ചു. മാത്രമല്ല ഇപ്പൊ സിനിമയുടെ ക്വാളിറ്റി നന്നായെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട്. അതെ അതെ അതെ. പണ്ട് നമ്മള് ക്രിറ്റിസിസം ഇപ്പൊ അംഗീകരിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കി. ഈ വർഷം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2024 പ്രേക്ഷകരെല്ലാം മലയാള സിനിമ അതുപോലെ അവർ പ്രശംസിച്ചൊരു വർഷം. വിജയിച്ചു പോകുന്നുണ്ട് സിനിമ എന്തായാലും. ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഈ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ ഇല്ലെങ്കിലും OTT ഇപ്പോൾ ഇത്രയും ഒരു വ്യൂ ഉണ്ടായ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടുള്ള മില്യൺ വ്യൂസ് ആമസോൺ അവരെ സാക്ഷ്യപ്പെടുത്തി. സൈജുവിന്റെ തന്നെ വേറൊരു സിനിമയുണ്ട്, ഞങ്ങൾ 2 കോടി അടുത്ത് പിന്നെ പേപ്പർ വ്യൂവിൽ റവന്യൂ വന്നു. ഗുണ്ടജൻ ഭയങ്കരമായിട്ട്. അതാണ് ആദ്യം പേപ്പർ വ്യൂ ലാഭകരമായ ഒരു പരിപാടിയാണെന്ന് പ്രൊഡ്യൂസേഴ്സിനെ തോന്നിപ്പിച്ച സിനിമ. അതിന് നിങ്ങളുണ്ട്. ഗുണ്ടജനെ സംബന്ധിച്ച് അത് തിയേറ്ററിൽ അത്യാവശ്യം ഓടിയായിരുന്നു. എന്നാലും ഭരതനാട്യം പക്ഷെ ഒട്ടും ഓടിയില്ല. അതാണ് ഡിഫറൻസ്. ഗുണ്ടജനം നല്ല റവന്യൂ വന്നു ആ കാലത്ത്. ജോൺസൺ പറഞ്ഞ ശരിയാണ്, ഈ പേപ്പർ വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് പലപ്പോഴും ഇത് എന്താണ് നമുക്ക് ബ്രേക്ക് ഇവൻ ആവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരുമല്ലോ, നമുക്ക് അവിടുന്ന് എത്ര റവന്യൂ കിട്ടുന്നതെന്ന്. പക്ഷേ ഗുണ്ടജൻ ആ സമയത്ത് കാണിച്ചു കൊടുത്തു പേപ്പർ വ്യൂവും ഓക്കെയാണ്. ബിക്കോസ് എങ്ങും ബിസിനസ് നടക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് റവന്യൂ ക്രിയേറ്റ് ചെയ്യണമല്ലോ, ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പം ആ സമയത്ത് അത് വർക്കായതാണ്. അല്ല ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയ ഒരു പടം, പേപ്പർ വ്യൂവിൽ കിട്ടിയ പടം ഇതാണ്. നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ഭാഷ എടുത്ത് നോക്കിയാൽ ഇതാണെന്ന് പറയുന്നുണ്ട്. എല്ലാ ഭാഷയുടെ എനിക്കറിയില്ല, പക്ഷെ മലയാളത്തിൽ അപ്പുറത്തേക്കും എത്തിയിട്ടുണ്ട്. തമിഴിലൊക്കെ പറയുന്നത് നമ്മൾ കുറെ അന്വേഷിച്ചു വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ അത് കാണുമ്പോൾ ഒരു അഭിമാനം അല്ലേ, നമ്മളെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുകയാണ്. അതാണ് ഏറ്റവും കുടുംബങ്ങളാണ് കാണുന്നത് കൂടുതലും. കുടുംബ പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഏറ്റെടുക്കുകയാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിലൊരു ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പം ഒരു പക്ക ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ കളിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിരിയും കാര്യമൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന പോസ്റ്റർ എനിക്കറിയില്ല, കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, അത് കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല. അയാളുടെ ഒരു രീതി എങ്ങനെയാണ്, അയാളൊരു ബേസിക്കലി കാർപ്പൻറ്ററിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇലുമിനാറ്റി ബിനീഷ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. പക്ഷെ അയാൾക്ക് കുറെ വൈഡായിട്ടുള്ള കുറെ വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഇപ്പം ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലുള്ള കഥാപാത്രങ്ങളെ ചിരിപ്പിക്കാനോ ഒന്നും ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലെ ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ അജുവാണ് എന്നെ ആദ്യമായിട്ട് ഈ കഥയൊന്ന് കേൾക്കാൻ വേണ്ടി പറയുന്നത്. വിനീഷ് എന്നെ വിളിക്കുകയും കഥയും കഥാപാത്രവും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഡേറ്റ്സ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ വീണ്ടും വിനീഷ് ഒരു പ്രാവശ്യം കൊണ്ട്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞതാണ്, ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീണ്ടും വിനീഷ് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് ചേട്ടാ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ അന്ന് ജാനകി ജാനെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അനീഷുമായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞ് എനിക്കത് വിടാൻ താല്പര്യമില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ ചാർട്ടൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരത് എനിക്ക് എൻ്റെ ഫേവറബിളായിട്ട് എനിക്ക് ഇത് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ അത് അഭിനയിച്ചു. ആദ്യമായിട്ട് 4 റൈറ്റേഴ്സ് എഴുതിയൊരു കഥയിൽ ഞാൻ അഭിനയിക്കുകയാണ്. സാധാരണ നമ്മൾ 2 റൈറ്റേഴ്സ് വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് 3 അല്ല 4 പേരാണ് ഇതിനകത്ത് റൈറ്റേഴ്സ്. വിനീഷ്, കൈലാഷ്, നമ്മുടെ ആനന്ദ് മന്മഥൻ, പിന്നെ മുരളി. അപ്പോൾ ഇങ്ങനെ 4 പേരാണ്. ഇതിൻ്റെ അകത്ത് ആനന്ദും കൂടെ റൈറ്റിങ്ങിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒരു പരിപാടി കിട്ടിയത്. അതായത് ആനന്ദിന് അന്താക്ഷരിയുടെ സമയം തൊട്ട് എനിക്ക് പരിചയമുണ്ട്. നല്ലൊരു ഗംഭീര ആക്ടറാണ്, നല്ല ടാലൻ്റാണ്. അപ്പോൾ ആനന്ദിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ബാക്കി വിനീഷിനെ ഇവരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. ഈ ടീമിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ ഇനി വരാനിരിക്കുന്നു. ഒരുപാട് നല്ല ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയൊക്കെ ഇവർ കൊണ്ടുവരും. ആ ടീമിൻ്റെ കൂടെ അവരുടെ ആദ്യത്തെ പടത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം തന്നെയാണ്. ഇനിയും വരുന്ന സിനിമകളിൽ ഞങ്ങളെല്ലാവരും
എന്തെങ്കിലുമൊക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ സിനിമകളിലും ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ആദ്യത്തെ സിനിമ അസോസിയേറ്റ് ചെയ്തോണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും നമ്മൾ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ നമ്മൾ വെടിവെടിവായിട്ട് ഡയറക്ടറുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് ആ കഥാപാത്രം അന്ന് ശംഭു പറഞ്ഞ പോലെ ആ കഥാപാത്രത്തിൻ്റെ പ്രായം, അതിന് സൈജുവിൻ്റെ അല്ലെങ്കിൽ അജുവിൻ്റെ ജോണിച്ചേട്ടൻ്റെ ഒക്കെ അപ്പിയറൻസ് കറക്റ്റാണോ, അവർക്ക് ചെയ്യാൻ പറ്റുമോ, ഷോൾഡർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പടങ്ങളിൽ ഞങ്ങൾ കാണും, നമ്മൾ കാണുന്നുള്ള പ്രതീക്ഷ. ഒരു 10 വർഷത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ലുക്കൊന്നും മാറാൻ പോകുന്നില്ല. എന്തായാലും രണ്ടാമത്തെ പടം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതിന് മുമ്പൊക്കെ എന്തായാലും ഉണ്ടാവും. അതുപോലെ ആനന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ, ആനന്ദല്ലേ? ആ, ഇത് ആനന്ദ് നല്ല നമുക്കൊരു ആത്മവിശ്വാസം നൽകിയ ഒരാളാണ്. ആനന്ദ് പ്രത്യേകിച്ച് ജയയില് ഭയങ്കര ഗംഭീരമായിട്ട് നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്ത ഒരാളാണ്. അതെ. മുറ സിനിമ തിയേറ്ററിൽ ഓടിക്കുന്നു. മുറയിൽ നല്ലൊരു കഥാപാത്രം അല്ലേ, സുരാജിനോടൊപ്പം തന്നെ നിന്ന് ഒരു കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. മുറ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. മുറയിൽ നിന്നും ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു സിനിമ ഹിറ്റായി ഓടിക്കൊണ്ട് നമ്മൾ കുറെ കാലമായിട്ട് ഇതിന്റെ പുറകെയാണെങ്കിലും 2 സിനിമ ബാക്ക് ടു ബാക്ക് വരുന്നു. ഒരു സിനിമ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് നേരെ പോളർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയുള്ള സന്തോഷം അവിടെ നിൽക്കുമ്പോഴും ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളൊരു സിനിമ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഒരു 7-8 വർഷം മുമ്പ് ഞാനൊരു വീടെടുക്കുന്നു. അവിടേക്ക് ഇങ്ങനെ കുറേ പേര് വന്ന് ചേരുകയാണ്. സിനിമാ മോഹികളായിട്ടുള്ളവർ കുറേ പേര് വരുന്നു. ടീം അമ്പലം മുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഫോം ആവുന്നു. ഞങ്ങൾ നാടകം കളിക്കുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, നാടക യാത്ര ചെയ്യുന്നു. ആ നാടക യാത്രയെ ബന്ധപ്പെടുത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിലൊക്കെ പ്രൈസ് അടിക്കുന്നു. അതിൻ്റെ തന്നെ സംവിധായകൻ വിനേഷ്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നു. അതിനെ വലുതാക്കുന്നു, സിനിമയായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഈ ഒരു ജേണിയിൽ ആദ്യം തൊട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇതിനകത്തൊരു ഒരു നല്ല ക്യാരക്ടർ ഞാനിപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ചെയ്ത ക്യാരക്ടർ ആദ്യം അതാണ് അജിച്ചേട്ടൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത്. ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആദ്യം അജിച്ചേട്ടന് വേണ്ടി പറയുന്നത്. പക്ഷെ അന്നതൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. അതിന് മാറി ഇപ്പം കുട്ടികൾ ആണ്, അല്ലെങ്കിൽ അധ്യാപകൻ വേറൊരു മെയിൻ റോളായി. അപ്പം അത് അജിച്ചേട്ടനിലേക്ക് പോയി ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഏറ്റവും എന്താ പറയുക, ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അത്. അമ്പലമുക്കുട്ടിയും വിനീഷ് വിശ്വനാഥ്, ഈ പറയുന്ന മുരളി, കൈലാഷ്, ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാർ, ഇവർ മാത്രമല്ല, അനൂപ്, ഇതിൻ്റെ ബാക്കിലുള്ള അനൂപായാലും ജയഹരി ആയാലും ടെക്നീഷ്യൻസ് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും, ശരൺ, എല്ലാവരും നമ്മൾ റൂമിലെ സ്ഥിരം അന്തേവാസികൾ. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി വളർന്ന് അങ്ങനത്തെ എല്ലാവരുടെയും ഒരു സിനിമ പുറത്തേക്ക് വരുന്നതിൻ്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതലുള്ളത്. എൻ്റെ ക്യാരക്ടറിനേക്ക് അപ്പുറത്ത് ഈ സിനിമ അങ്ങനെ വരുന്നതന്നെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള കുട്ടികളായാലും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് വന്ന സാമായാലും, കുട്ടികളൊക്കെ ഈ സിനിമയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളിൽ ഒരു ഉപയോഗിച്ചു. ഇപ്പോൾ അജയൻ്റെ 2ാം മോഷണത്തിൽ ടൊവിനോടെ കുട്ടിക്കാലം അവതരിപ്പിച്ചതാണ് ഇതിലെ ശ്രീകുട്ടൻ. ദർശനായാലും ശ്രീരംഗ, കുറേ പേര് ഈ പറയുന്ന ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഇതിന് ശേഷം മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുന്നു, പോർത്തൊഴിലിൽ അഭിനയിക്കുന്നു. ഇവരൊക്കെ ഭയങ്കര നല്ല നല്ല ആക്ടേഴ്സായി മാറി. അതിനു മുമ്പ് അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സിനിമയായിരുന്നു എന്ന് ഇനി പറയാൻ പറ്റണം. അത്തരത്തിലൊരു മികച്ച സിനിമയായിരിക്കും കണ്ടെത്തിയതാണ്. അതെ, നമ്മൾ കണ്ടെത്തി അവരെ, നമ്മളല്ലെങ്കിൽ വേറെ ആള്. അമ്പലമുക്ക് ടീം അമ്പലമുക്ക്, ട്രിവാൻഡ്രത്ത് അമ്പലമുക്കാണ്. അതെ, ട്രിവാൻഡ്രത്ത് അമ്പലമുക്കിലാണ് ഞങ്ങളെ വീടുണ്ടായിരുന്നത്. ഇപ്പൊ ശാസ്താമംഗലത്താണ് താമസമെങ്കിലും അങ്ങനെ ഒരു സംഭവമായിരുന്നു. നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അവര് കണ്ടെത്തപ്പെട്ടേനെ. പക്ഷെ ആ ഒരു 15 ദിവസം ഇവർക്ക് കൊടുത്തൊരു ക്യാമ്പുണ്ട്, സാമു കൊടുത്തൊരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് ഉണ്ടായി വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാനൊരു നാടകക്കാരനാണ് ബേസിക്കലി. അപ്പം നാടകം എങ്ങനെയാണ് കുട്ടികളെ മാറ്റുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത് മാറി നമ്മൾ ഈ സെറ്റിൽ വരുന്നു. ഇപ്പം നേരത്തെ അജിച്ചേട്ടൻ പറഞ്ഞതുപോലെ 5-6 പേര് കൂടെ നിന്നിട്ട് അജിച്ചേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പറയുമ്പോഴും വിനീഷിന് കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. ഈ വിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരേ വിഷനായിരിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ് പറയേണ്ടതെന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ ജോണി ചേട്ടനായാലും സൈച്ചേട്ടനായാലും ഒക്കെ മുരളി എന്ന് ഒരെണ്ണം പറയുമ്പോഴും, അല്ലെങ്കിൽ കൈലാഷ് എന്ന് എഡിറ്ററും കൂടിയാണ്, കൈലാഷ് ഇതിൻ്റെ പടത്തിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ കൈലാഷ് പറയുമ്പോഴൊക്കെ ഇതെല്ലാം സംവിധായകൻ്റെ വിഷൻ, അത് നമ്മുടെ കളക്റ്റീവായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വിഷൻ, ഒറ്റ പരിപാടിയിലേക്ക് ഇതെല്ലാം അവസാനം വന്ന് ചേർന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്യാമറാമാൻ അനൂപായിരുന്നു, പേരില്ലൂർ പ്രീമിയർ ലീഗിൻ്റെ ക്യാമറമാൻ. അപ്പം പേരില്ലൂർ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അനൂപിനോട് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഓക്കെ അല്ലേ, കാര്യം ആ ഒരു വിശ്വാസം അനൂപിന് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ അനൂപിൻ്റെ വേറൊരു സിനിമ ഇപ്പോൾ ചെയ്യുമ്പോഴും എനിക്കത് ആ കോൺഫിഡൻസ് അയാളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൂൺ വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ് ഇതിന് കാരണമായത്. അതെ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എനിക്ക് തോന്നുന്നത് ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളുകളായി തോന്നുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരു വർഷം മേലെ നമ്മൾ വെയിറ്റിംഗ് ആണ് റൈറ്റ് റിലീസ് കിട്ടാൻ. ഇപ്പോൾ അത് ഒരു തരത്തിൽ നന്നായി. ഇപ്പോൾ റൈറ്റ് റിലീസ്
ഇതാണ് അതിന് ഏറ്റവും യോജിച്ചൊരു സമയം. അല്ല, ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളാണെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിലും കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. ഇറങ്ങാൻ കുറേ സിനിമകളുണ്ടാവും, പക്ഷേ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. എന്നാലേ തിയേറ്ററുകാർക്ക് പടം കിട്ടുള്ളൂ. ഇപ്പോൾ തിയേറ്ററുകാർ ഒരു ചാകരയായിട്ടിരിക്കുകയാണ്. കാരണം വരുന്നു, മാറ്റുന്നു, സന്തോഷം, ആ പടമില്ല, ഈ പടം അവസാനം പടം ഇല്ലാതെ വരുമ്പോഴാണ് ഇവരിങ്ങനെ ആ പടം ഒന്നും മാറ്റണ്ടായിരുന്നു. കോവിഡിന്റെ സമയം നമ്മൾ ഓർക്കുന്നില്ലേ പടം കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചത്? അതെ 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 അതെ. നമുക്ക് അധികം ദൂരം ആയിട്ടില്ല, കോവിഡ് 4 വർഷം മുമ്പായിരുന്നു. അല്ല, ആ സമയത്ത് ഓണായതാണ് ഈ സിനിമ. അതല്ല ഇങ്ങനെ ഒരു സിനിമ ഓണാക്കുന്നത് സിനിമകൾ കുറഞ്ഞിരുന്ന ഒരു സമയത്താണ്. അപ്പൊ അത്രയും ഒരു റിസ്ക് എടുക്കും കുട്ടികളെ വെച്ച്. ധൃതി വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പടം നമുക്ക് ഇറക്കി വിട്ടാൽ ട്യൂബിൽ നിന്ന് പേസ്റ്റ് പുറത്തെടുക്കുന്ന പോലെ ഇറക്കി വിട്ടാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതേ സമയത്ത് ഇത് ഇരുന്നാൽ നമ്മുടെ ഇരിപ്പുണ്ടെന്നൊരു സമാധാനമുണ്ട്. സമയം പോലെ പയ്യെ റിലീസ് ചെയ്താൽ മതി, ആരും പഴക്ക് കൂട്ടാൻ മതി. ചിലർ പറയും ഇന്ന് ഇറക്കിയില്ലെങ്കിൽ ഒരു വലിയ പടം വന്നാൽ അപ്പം തീരും. പ്രത്യേകിച്ച് നമ്മൾ തമിഴിനെയും തെലുങ്കിനെയൊക്കെ പേടിക്കേണ്ട കാലമാണ്. ഒരു ഭീമാകരമായ ഒരു പടം വരുമ്പോൾ 500 തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഈ പടം തിയേറ്ററുകാർ ചിന്തിക്കുന്നത് പോലെ എടുത്തു. എങ്ങാനും ആ പടം ഹിറ്റാണെങ്കിലോ പിന്നെ പറയുകയും വേണം. ഇനി അത് കുഴപ്പമാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം നമുക്ക് 2 ഷോ എങ്കിലും തരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം തിയേറ്ററുകാരെ മറ്റു ഇത്രയും ലോണൊക്കെ എടുത്തവരും പടമൊക്കെ അവരെ കുറ്റപ്പെടുന്നത്. പക്ഷേ പടങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തക്കം പാർത്തിറക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഹോൾഡ് ചെയ്ത് വെക്കും തോറും ഈ പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ അനുജ. പ്രൊഡ്യൂസർമാർ ചിലപ്പോൾ ഇൻട്രസ്റ്റിന് എടുത്തവരുണ്ടാവും. അങ്ങനെ ഒരു വിഷയങ്ങൾ അല്ല, ഞാൻ പറഞ്ഞു അതിനകത്ത് കൂടുതൽ പ്രഷർ ചെയ്യുന്നത്, ഈ പ്രൊഡ്യൂസർമാരിലും കൂടുതൽ പ്രഷർ ചെയ്യുന്നത് ഒരു ഡയറക്ടറായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡയറക്ടർമാർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും ഇവരിതിൻ്റെ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്നാ പറഞ്ഞ ഒരു മൊത്തത്തിലുള്ള ഒരു പബ്ലിസിറ്റി എല്ലാം ഓർത്ത് ചിലപ്പം ഫാമിലിയൊക്കെ പറയാം നിന്റെ പടം ഇറങ്ങുന്നില്ലേ, ചിലപ്പോൾ ആദ്യത്തെ പടം ചെയ്യുന്നതായിരിക്കും. ഇറങ്ങാം അമ്മാവ, ഇറക്കടാ, ഞങ്ങളെല്ലാവരും പറയുന്നു, ഞങ്ങളെല്ലാവരും വരും. അവർക്ക് അമ്മ അവരും എല്ലാവരും കണ്ട് ഈ പടം ഹിറ്റാവും. 10 പേര് കണ്ട നമ്മളവർക്ക് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഈ അമ്മാവൻ തന്നെ ചോദിക്കും ഇന്ന് TV വരും ഇവിടെ ആള്. അപ്പോഴാണ് അമ്മാവാ. അതുകൊണ്ട് കൃത്യമാണ് കേട്ടോ. അതേപോലെ അനുഭവിച്ചല്ലേ? പടം ഒരു 10-11 മാസം കഴിഞ്ഞിട്ട് റിലീസാവുന്നത്. അപ്പം ഞാനന്ന് എയർടെലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എയർടെലിന്റെ കൊലീഗ്സ് എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ്. അതായത് വന്ന് അപ്പൊ ഹിറ്റാക്കുന്ന രീതിയിലാണ് ഇവര്. പലരോടും പറയുന്നുണ്ട് അത് ഇതെന്ന് പറഞ്ഞു. അന്ന് വാട്സാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രൂപ്പിലൊന്നും അയക്കല് പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതും പറഞ്ഞേനെ, എല്ലാ ഗ്രൂപ്പിലും തുരിതരായിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേനെ. വീടിന്റെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അയ്യൊക്കെ ഹിറ്റാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഫസ്റ്റ് ഡേ നൂൺ ഷോയ്ക്ക് ഞാനാണ് എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഫാമിലിയൊക്കെ കയറ്റിയത്. അവര് മാത്രമേ കണ്ടുള്ളൂ തോന്നുന്നു. ബാക്കി എയർടെലിലെ ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും പോയി കണ്ടെന്നില്ല. ഞാനോടത്തത് വന്ന ഉടനെ അപ്പൊ ഹിറ്റാണ്, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു? ഇതാണ് സത്യാവസ്ഥ. ആവേശ കമ്മിറ്റിയാ എല്ലാരും. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോസഫ്. എനിക്ക് ഏറ്റവും പ്രാർത്ഥന ദൈവമേ ജോസഫ് ചെല്ലുന്ന ദിവസം തിയേറ്ററിൽ ആള് കാണണമെന്ന്. വേറെ ഇനിയിപ്പോൾ ഷോ ഇച്ചിരി ഹോൾഡ് ഓവർ ആയാലും കുഴപ്പമില്ല. ജോസഫ് പക്ഷെ കോലക്കേടിന് ജോസഫ് ചെല്ലുന്ന ദിവസം ആള് കാണുകയില്ല. ഈ ഫുൾ ഹൗസിലിരുന്ന് ഒരുവിധ ആളുണ്ടെങ്കിൽ പടം കണ്ടാലേ നമുക്ക് ഷോയിലാണെങ്കിലും രസിക്കുകയുള്ളൂ. അതേസമയത്ത് ആളില്ലാതെ ഏത് പടം കണ്ടാലും നമുക്ക് പുഷിയും. ഫുൾ ഹൗസിലിരുന്ന് പടം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുക അതിൻ്റെ ഒരു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ജോസഫ് പോയിട്ട് എന്നെ വിളിച്ചു. ഞാൻ രാവിലെ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അഭിനയിച്ച കുറച്ച് ഒരു 15 ദിവസം അഭിനയിച്ച പടം റിലീസാണ്. ജോസഫ് കാണാൻ പോയത് എല്ലാ പടം കാണും കേട്ടോ. അത് എവിടാ ഞാൻ ഇവിടെ ഉണ്ട്. ഇത് അല്ല ഞാൻ വല്ലവരും വീട്ടിൽ വല്ല അപകടമോ മരണോ അങ്ങനെ പറ ജോസഫ്. എന്താ ഇവിടെ നിന്ന് ഷോ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതാ ഒരു വരുത്തവര് വരണം എന്നാലേ നടക്കുള്ളൂ. അതാ ജോസഫ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജോസഫേ എല്ലാം നാളൊക്കെ എടുത്തല്ലോ. ഏതാ അങ്ങനെ ജോസഫിനോട് ഇച്ചിരി ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതാണ്. 6-7 പേര് വന്നപ്പോൾ അവർ പറഞ്ഞു 4-5 പേരോട് പൈസ കൊടുത്താൽ അത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്താൽ ഷോ നടന്നു. ഷോ നടന്നു കഴിഞ്ഞിട്ട് ജോസഫ് പറയണത് കുറച്ചാളോടെ വരാമായിരുന്നു എന്ന്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞത് സിനിമ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തമാശകൾ ഈ വിഷമങ്ങൾക്കിടയിൽ ഉണ്ടാവും. നമുക്ക് വിഷമമാണെങ്കിലും ഇതിനുള്ളിൽ ഒരു കേൾക്കുന്നവർക്ക് തമാശയാണ്. പക്ഷേ ഇത് പൈസ മുടക്കിയവർക്കും അഭിനയിച്ചവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അല്ല അത് ഈ ജോസഫ് പോണ ദിവസം ആള് വേണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഒരുവിധം ആളുകൾ ജോസഫിന് പോകില്ല. ജോസഫ് ഒന്ന് കേൾക്കണം. ആളുള്ള സുഹൃത്തുക്കളിൽ ജോസഫ് പോകണമെങ്കിലും ഈ സിനിമയ്ക്ക് ജോസഫ് ആദ്യ ദിവസം പോകുക ആളുണ്ടാവും. ആദ്യ ദിവസം ഫസ്റ്റ് ഷോയ്ക്കൊക്കെ പോയാൽ മതി. അതെയോ? ഉച്ച ഷോയ്ക്ക് ഇപ്പം ഒരു പൊതുവെ ഒരു നമ്മുടെ ആളുകളൊക്കെ ആയിരിക്കുമല്ലോ.
അതല്ല, അല്ലെങ്കിലും ബിഗ് ഡേയ്സ് ഒക്കെ നൂൺ ഷോ മാരണി ഈ പക്ഷേ ഇതിനാണുണ്ടോ, കാരണം പിള്ളേരുടെ പരിപാടി ആയതുകൊണ്ട് അവിടെ പിള്ളേർ കയറണമെങ്കിൽ സ്കൂളൊക്കെ പക്ഷേ സെക്കൻഡറി ആയിരിക്കും സേഫ്. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ. അതെ. അപ്പോൾ ജോസഫിന് വേണ്ടി ഡേറ്റ് കംപ്ലീറ്റ് പറയണം. ജോസഫ് ഇത് കാണണം. ശരി, ഞാനും ജോസഫ് പോയിട്ടൊന്ന് വിളിക്കണം. എന്ത് പറയും? ജോസഫിനെ എനിക്കൊന്ന് കാണാം. അറിയാവുന്ന നിങ്ങൾക്ക് അറിയാലോ ജോസഫിനെ? ആരാന്ന് ഞാൻ പറയില്ല, പിന്നെ പറയും കഴിഞ്ഞിട്ടോ. ഇത് കഴിഞ്ഞിട്ട് പറയും. പ്രൊഫഷണൽ എല്ലാവരും അറിയേണ്ട കാര്യമില്ലോ അല്ലേ? ഇത് കുട്ടികളുടെ ഒരു സബ്ജക്റ്റും കൂടി ആണല്ലോ അല്ലേ? നിങ്ങൾ മാഷായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. കുട്ടികളുടെ സബ്ജക്ട്, കുട്ടികളുടെ സിനിമകൾ, പല സിനിമകളും ഒന്ന് നല്ല ഹിറ്റ് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പല്ലുവെട്ടി. ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റ് ഏത് രീതിക്കാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഇതിലൊരു വളരെ മികച്ച ആശയമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ ആശയമാണ് ഈ സിനിമയുടെ ആകത്തുക. അതിലോട്ട് എത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ പണിയെടുത്തേക്കുന്നത്. കഥാപാത്രങ്ങളായി വന്നു, രസിപ്പിക്കാനുള്ള സീക്വൻസുകളൊക്കെ വന്നു, പിള്ളേരുൾപ്പെടെ. അത് ഇന്നിപ്പോൾ നമ്മളുടെ മന്ത്രിയായ ഗണേഷ് ഏട്ടൻ ഇതിൻ്റെ ആശയം ഒരു സ്കൂളിൽ പ്രാബല്യത്തിൽ വരുത്തി. ഓക്കെ, സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇത് വരണം എന്നുള്ളതാണ് ഇവരുടെയും നമ്മുടെയൊക്കെ ആഗ്രഹം. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതൊരു ചർച്ച ആയി ഇത് ആവിഷ്കരിക്കപ്പെടണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. അപ്പോഴാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ യഥാർത്ഥത്തിൽ വിജയിക്കുക എന്ന് നമ്മളൊക്കെ വിചാരിക്കും. അപ്പം ഇതിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടല്ലേ? മെസ്സേജ് എന്ന് അതിന് പറയാൻ പറ്റുമോ, അതോ അത് വലിയൊരു റെവല്യൂഷനാണോ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതൊരു വലിയ മാറ്റമാണ് ചെയ്താൽ. ഇപ്പം നിലവിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ. വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്കൂളിൽ അദ്ദേഹം മാറ്റം വരുത്തി. ഞങ്ങൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ ഈ സിനിമ കാണിച്ചിരുന്നു. അപ്പം ഇത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇത് നമ്മളെല്ലാവരും സ്കൂളിൽ നടപ്പിലാക്കേണ്ടതാണല്ലോ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ സ്കൂളിൽ തന്നെ ആദ്യം നടപ്പിലാക്കി. നമ്മൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അത് പുറത്തു വിടാൻ വേണ്ടിയിട്ട്. അതും എൻ്റെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നില്ല, ആശയം വളരെ വാല്യുബിൾ ആണ്, പക്ഷെ ചെറുതുമാണ്. അല്ല, ചെറിയ മാറ്റം അങ്ങനെ നടപ്പിലായ ഗണേഷ് കുമാർ ഭയങ്കര വീക്ഷണമുള്ള ആളാണ്. യാതൊരു മാറ്റമില്ല. KSRTCയിലാണെങ്കിലും വന്നിരുന്നിട്ട് എന്തൊക്കെ സിനിമാ മന്ത്രിയായിരുന്നപ്പോൾ മാറ്റങ്ങൾ. അപ്പം അതിലൊരു മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഗണേഷ് കുമാർ ചാടിയത് ഏറ്റെടുക്കില്ല. 100%. അല്ലാതെ നടക്കില്ലല്ലോ. എന്നാൽ ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ എന്റർടൈൻമെന്റ് അങ്ങനെ ആ രീതിയിലാണ്. പിള്ളേരുടെ മാസ് ഉണ്ട്, പിള്ളേരുടെ പാട്ടുണ്ട്, ഇപ്പം റാപ്പ് ഉണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി. നമ്മൾ മെസ്സേജിന് വേണ്ടി മെസ്സേജ് കൊടുക്കുകയോ അങ്ങനെയൊന്നും അല്ല. ഈ സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. മെസ്സേജ് അല്ലത്, അതല്ല, അതൊരു മൂവാണ്, ചെസ്സിലൊക്കെ ഒരു മൂവാണ്. അപ്പൊ മന്ത്രി ശിവൻകുട്ടി ഇത് കാണേണ്ട സിനിമയാണ്. തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ സിനിമ കാണേണ്ടതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ, വിദ്യാഭ്യാസ റിലേറ്റഡ് മന്ത്രിമാർ, വ്യക്തികൾ. അല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിന് സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. കൃത്യമായിട്ട് സിനിമകൾ കാണേണ്ടത്. ഇപ്പോൾ ഒരു അധ്യാപക കൂട്ടം എന്നും പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഓരോ സ്കൂളിലെ കുട്ടികളുടെ കഴിവുകൾ ആ വീഡിയോ ഇട്ട് എല്ലാം മീൻസ് ഷെയർ ചെയ്യുന്നു. ഈ ഇടയ്ക്കൊരു കണ്ണൂർ ഒരു സ്കൂളിലെ കുട്ടികൾ പാട്ട് പാടിയത് ഭയങ്കര വൈറലായി. ഇപ്പോൾ റാപ്പ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭയങ്കരമായിട്ട് വൈറലായി. ആ കുട്ടികളുടെ കഴിവ് ശിവൻകുട്ടി മന്ത്രി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു കാഴ്ചപ്പാടുള്ളതാണ് മിനിസ്റ്റർ. അപ്പം മിനിസ്റ്റർ ഇത് സിനിമ കാണണം. മിനിസ്റ്ററെ കാണിക്കാനുള്ള എല്ലാ പരിപാടിയും പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗണേശനെ കൊണ്ടൊക്കെ പറയിക്കാമല്ലോ. അതെ. അദ്ദേഹം കണ്ടതാണല്ലോ. അദ്ദേഹം കാണുകയും ചെയ്താലോ. ഒരു അധ്യാപനം എന്ന നിലയിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കോ? നമ്മൾ ഒരുപാട് അധ്യാപകന്മാരെ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഈ അധ്യാപകൻ ഈ പറഞ്ഞ അല്പം ഒരു എന്തോ കുഴപ്പമില്ലേ എന്ന് തോന്നുന്നു. ഭയങ്കര ഉള്ളത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എൻ്റെതായ രീതിയിൽ വലിയ അതിന് പറ്റുന്ന രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഹാപ്പി ആയിരുന്നു തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ പ്രൊമോഷനൊക്കെ വിളിച്ചത്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ 4 പേരെ എടുത്തേക്കുന്ന പോലെ ഇതിൻ്റെ അണിയറ ശില്പികളെ കൂടെ ഇരുത്തിയിട്ട് കുറച്ചുകൂടെ സംസാരിക്കണം. അടുത്തൊരു വൈദ്യുതി ഷോ ആയിട്ട്. അപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളറയിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങി കുറച്ചുകൂടെ സംസാരിക്കാൻ അവർക്ക് കഴിയും. കുട്ടികളും എല്ലാം പടം കണ്ടിട്ട് അന്ന് തന്നെ വൈകുന്നേരം ഒരു പരിപാടി വെച്ചിട്ട് ആ കുട്ടികളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട് ഒരു സാധനം ചെയ്ത് ഹൈദരാലിനോട്ട് കൊടുത്താൽ എനിക്കൊന്നൊരു ഓഡിറ്റോറിയം വേണ്ടി വരും, ചെറിയ മിനി. അല്ല, ഞാൻ അതിനകത്ത് സെലക്ട് ചെയ്യാം. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്ത കുറേ കുട്ടികളും ഇവിടെ ടെക്നീഷ്യൻസും ഡയറക്ടറും എല്ലാവരും കൂടെ എടുത്തിട്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇത് വെറും പിള്ളേരല്ല, ഇവരൊക്കെ ഗംഭീര സ്മാർട്ട് ഉത്തരങ്ങൾ. ഈ കുട്ടി ശ്രീകുട്ടൻ എൻ്റെ മോനായിട്ട് ഐഡന്റിറ്റിയിൽ അഭിനയിച്ചു.
ഒരു സിനിമയിൽ നിന്ന് അവരൊക്കെ 3, 4, 5 സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. ശ്രീരംഗ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവർക്കൊക്കെ. നല്ല കോച്ചിങ് കിട്ടി, നല്ല നല്ല ഗ്രൂമിങ് കിട്ടി. അതാണ് അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ജോണി ചേട്ടൻ പറഞ്ഞല്ലോ, സിനിമ അതിന്റെ കറക്റ്റ് ടൈമിലാണ് ഇറങ്ങേണ്ടത്. ഇപ്പൊ നമ്മൾ 1.5 വർഷം വെയിറ്റ് ചെയ്തു. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് ഈ കുട്ടികളൊക്കെ ഈ 7ാം ക്ലാസ് 6ാം ക്ലാസ് പിള്ളേരൊക്കെ ഇച്ചിരി വളർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു സങ്കടം. ഇപ്പൊ പല്ലൂട്ടി ഇപ്പൊ നമ്മള് പ്രൊമോഷൻ കുട്ടികളെ നമുക്ക് മനസ്സിലാകുന്ന ബാക്കിയെല്ലാം അടിപൊളി. ഈ സബ്ജക്ട് സബ്ജക്റ്റ് ആണ്. പല്ലൂട്ടി എന്ത് ഷൂട്ട് പ്രായത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് മാറ്റം വരും. കുട്ടികൾ പെട്ടെന്ന് വളരുകയാണല്ലോ. ജോണി ചേട്ടനൊക്കെ ഇപ്പൊ വളരുന്നേ ഇല്ലല്ലോ. അതാ ജോണി ചേട്ടൻ പറഞ്ഞത് 10 വർഷം അത് അതിന് വേഷം കിട്ടാൻ നിർത്തി വെച്ചേക്കുക. വളർച്ച കെട്ടി വെച്ചേക്കുക. അല്ല, ജോണി ചേട്ടനെ അന്ന് കണ്ട പോലെ തന്നെയാണ്. ആണല്ലേ? അതെ, അങ്ങനെ തന്നെ ആവട്ടെ. പറയുന്ന കേട്ടൊന്നും ഹൈദരാലിക്ക് ഒരുപാട് മാറ്റമുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഹൈദരാലിക്ക് ഉണ്ടായിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു മാറ്റം ഒതുക്കിയിട്ടുണ്ട്. ആ ധ്യാനെല്ലാം അവിടെ കൂടി ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഒരു മയമൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർ വരുമ്പോ ഉണ്ടല്ലോ വരേക്ക് വായി തോന്നിയൊക്കെ പറയും. ഹൈദരാലി അത് നോക്കുക. അല്ല, ഞാൻ അജുവിൻ്റെ അടുത്ത് ധ്യാനമായിട്ട് ഞാൻ രാവിലെ ഫോണിൽ സംസാരിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു, അജുവിൻ്റെ ഒരു 4-5 പടങ്ങളാണ് ഒരുമിച്ച് ഇറങ്ങിക്കൊണ്ട്. അപ്പൊ എന്നെ കവർ ചെയ്യുവാണോ അജു എന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ, ആശാനെ ഞാൻ ഇവിടെ കവർ ചെയ്യാം. ഞാൻ പറഞ്ഞു അജുവിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ധ്യാനാണ്. അപ്പം ഞാൻ പറഞ്ഞു 4 പടങ്ങളാണ്. ഇന്നലെ ഹലോ മമ്മി, ആനന്ദ് ശ്രീവാൽ ഇറങ്ങാൻ പോകുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇറങ്ങുന്നു, പിന്നെ ഒരു സിനിമ സ്വർഗം തിയേറ്ററിൽ ഓടുന്നു. 4 സിനിമ. അപ്പം 4 സിനിമ ഒറ്റ മാസം. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയിലെ മുകളിലേക്ക് അവൻ കയറി തുടങ്ങിയോന്നാണ്. അല്ല, ധ്യാൻ ഹീറോ അല്ലേ? പിന്നെ പുള്ളി ഹീറോ അല്ലേ? സ്വർഗത്തിൽ ഹീറോ ആട്ടോ. സ്വർഗത്തിൽ ഹീറോയാണ്. നമ്മൾ സൈഡ് അയക്കണ മാത്രമേ ഉള്ളൂ. അതെ. അല്ല, പുള്ളി അത് ചെയ്യട്ടെ. ധ്യാൻ്റെ ഒരു സിനിമ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി. ഏതോ ഒരു ഇതില് ഞാൻ ധ്യാനോടെ 3-4 പടത്തിൽ അഭിനയിച്ചു. അപ്പൊ എല്ലാം കൂടെ അടുപ്പിച്ചടുപ്പിച്ച് ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഒരു നിരൂപകൻ പറഞ്ഞു, ധ്യാനുണ്ട്, ജോണിയാന്റെ ഫ്രീ ആണെന്ന് തോന്നുന്നു. ഒരു സീസണിൽ ഞാനായിരുന്നു. പിന്നെ 3-4 പടം ഞാൻ വിളിച്ചില്ല. ആ ഇന്റർവ്യൂ മാത്രം ധ്യാൻ കണ്ടു. ആ നിരൂപണം മാത്രം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അയാൾ പറഞ്ഞു തുടങ്ങി, എന്താ ജോണിയാനെ കാണാത്തത്? ഓഫർ തീർന്നു. അയ്യോ മതി. അല്ല, ഒരിടയ്ക്ക് അജു ആയിരുന്നു. എന്താ പറയുക, പുള്ളിയുടെ ന്യായം അല്ലെങ്കിൽ പുള്ളി പറയുന്നത് കാണുമ്പോൾ നമുക്ക് കറക്റ്റാണ്. ഒരു ആഗ്രഹത്തോടെ വലിയ നടന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് കിട്ടിയിട്ട് എത്താൻ പറ്റാതെ ആഗ്രഹിച്ച് പുള്ളിയെടുത്ത് എത്തുമ്പോൾ പുള്ളി സഹായിക്കുന്നു. നല്ലൊരു സേവനമല്ലേ? അല്ല, ഇതിനകത്തിപ്പോ അവര് പുള്ളി ചെയ്തില്ലെങ്കിൽ ഇത് വേറൊരാൾ ചെയ്യും. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇത് പിന്നെ നല്ല സിനിമ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ വേറെ പണിയൊന്നും എടുക്കാതെ ഒരു പടം മാത്രം ചെയ്യുന്ന ഏതെങ്കിലും ഹീറോയെ പറയാമോ? നല്ല സിനിമ ആയില്ലെങ്കിലോ? ഞാൻ പറയാം ആരുമില്ല. എല്ലാരും ഡേറ്റ് ഒക്കെ വേറെ പടമൊന്നുമില്ല, എന്നാ പിന്നെ അവനെ വിളിക്കും എന്ന് പറയും. അപ്പോ ഇതൊന്നും ആരും വെല്ലുപ്പെടുക്കും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ചിലപ്പം പലരും റിജക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സംഭവമായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും വിജയസാധ്യത കുറയും. ആരെയും പുള്ളി വിഷമിപ്പിച്ചു വിടില്ല. അതാണ് ഇതിന്റെ അതർ സൈഡ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമ ആഗ്രഹിച്ച് ഒരു ടീം, ഇതേപോലൊരു ടീം വരുമ്പോൾ അവർക്ക് ആ സിനിമ അവരുടെ RRR അല്ലെങ്കിൽ ബാഹുബലിയോ, ഓക്കെ, അതിലവർ കാണുന്ന താൻ അതിലെ പ്രഭാസാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രോള് വരരുത്, ഞാൻ പ്രഭാസിനെ പോലത്തെ വേഷത്തിൽ. ഇത് കറക്റ്റാട്ടോ. ഞാൻ ആരെയും മുഷിപ്പിച്ചു വിടാറില്ലാത്തതുകൊണ്ട്. കറക്റ്റ്. ധ്യാനമുള്ളത് കൊണ്ട് നല്ലതല്ലേ? ധ്യാനമുള്ളപ്പോൾ നമുക്കും പടങ്ങൾ, ധ്യാന പടം ഉണ്ടപ്പോൾ നമുക്കും പടം ഉണ്ടാവും. ഇപ്പൊ സൈജുവിന് പടം ഉള്ളപ്പോൾ നമുക്ക് പടം ഉണ്ടാവും. പടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെയൊക്കെ കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത്. എവിടെയോ ആൻഡോ ചേട്ടൻ എവിടെയോ പറഞ്ഞെന്ന് പറഞ്ഞാണ്, എനിക്കറിയില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മാസം കൃത്യമായിട്ട് ധ്യാന്റെ സിനിമകൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഒരു തുക വന്നുകൊണ്ടിരിപ്പുണ്ട്. തുക കിട്ടുന്നുണ്ടല്ലോ. എത്ര ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന എത്രയോ വർഷമായിട്ട്, 2 വർഷമായി ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ടല്ലേ? അതെ, ശരിയാണ്. അയാൾ എന്നെ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള എൻ്റെ അടുത്ത് വീണ്ടും സിനിമ വരുന്നത് എന്തുകൊണ്ട്. പിന്നെ ഒരു ദിവസം പോലും ഞാൻ മടിയില്ലല്ലോ, കളയുകയല്ല. നമ്മളിപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിക്കൊക്കെ തീർത്തിട്ട് മറ്റേ പടത്തിന് 2 ഷോട്ട് ബാക്കി വേണമെങ്കിൽ അങ്ങോട്ട് പോകും.
കൈ ഒടിഞ്ഞപ്പോഴും എടുത്തപ്പോഴും കൈ ഒടിഞ്ഞപ്പോഴും അതെ അതെ കൈ ഒടിയുമ്പോൾ എങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരാക്കാം എന്ന് വെച്ചിട്ട് പുള്ളി ഇനാഗ്രേഷൻസ്, ചാനൽ ഇന്റർവ്യൂസ്, അങ്ങനൊക്കെ ഏതോ ഒരു പടത്തിൽ മറ്റേ ഷോരയിൽ ദിലീപ് കുമാറിന്റെ പോലെ ഷാളൊക്കെ ഇട്ടാ വിളിക്കുന്നു. അങ്ങനൊക്കെ ചെയ്തു എന്റെ കൂടെ ഒരു പരസ്യം ചെയ്തു, ഫുൾ കൈ ഷർട്ട് ഇട്ടു. എന്റെ കൂടെ ഒരു പരസ്യം ചെയ്തു, ഫുൾ കൈ ഷർട്ട് ഇട്ടു. അത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചല്ലേ? ഫുൾ കൈ ഷർട്ട് ഇട്ടു ഇത് കാണാതിരിക്കാൻ. അതേ പറഞ്ഞ അത് അല്ല, ആഡിക്ക് നിങ്ങൾ രണ്ടും കോമ്പോ ആയിട്ട് ഒത്തിരി പരസ്യം ഇറങ്ങി. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ അത് ഒരാൾക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല. രാവിലെ പോയി ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് മാത്രം കണ്ടാൽ മതി. സമയം നേരം എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞല്ലോ, നല്ല നേരം മോശം നേരം, പടം ഓടാൻ വിധിച്ചിട്ടുണ്ട് അത് ഓടും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് ചോദിച്ചോണ്ട് പറഞ്ഞു ഷാളിഷ്ടം. അതൊരു ട്രോൾ ഫോട്ടോ ആയിട്ട് അല്ലേ ലാസ്റ്റ് നോക്കുമ്പം കൈയില്ലാത്ത കാറ്റത്തിങ്ങനെ ആടി സഞ്ജീവ് അല്ലേ? എന്തായാലും ഒക്കെയാണ്. ഇവര് അധ്യാപകരാണ്, കഥാപാത്രം പറഞ്ഞു. ഇവരുമായിട്ട് ഉള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ അധ്യാപകരോട്? ഇല്ല ഉണ്ട്. ഇവര് ഉണ്ടാ ഉണ്ട്. അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ കുട്ടികൾ, നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ഒരു സബ്ജക്റ്റും കൂടിയാണല്ലോ. അതിനിവിടെ ആണ് സുജു എന്ന ഒരു ആക്ടർ അഭിനയിക്കുന്നത്. കുട്ടികളുടെ സബ്ജക്റ്റുകൾ ഇപ്പം പല്ലൂട്ടി തന്നെ അതിനകത്തുണ്ട്. ഈ കുട്ടികളുടെ സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പോൾ നമ്മളൊരു കഥാപാത്രത്തിലേക്ക് എഴുതുന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? നല്ല കുട്ടികളുടെ കൂടെ അഭിനയിക്കാം, ആ ഒരു സന്തോഷം വേറെ ആയിരിക്കുമല്ലോ. തീർച്ചയായും ഞാൻ കുട്ടികളുടെ കുറച്ച് അധികം പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആൻമറിയ കലിപ്പിലാണ് തൊട്ട് ഇപ്പം മാളികപ്പുറം, കോലുമിഠായി, പിന്നെ ഇപ്പം പല്ലോട്ടി ഒക്കെ എല്ലാം കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നുള്ളൂ. പക്ഷെ ആ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഇവരോട് ഇപ്പം നമ്മൾ ചില സാധനങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാണ്ട് നമ്മൾ കയറ്റുമല്ലോ, അതിനൊക്കെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. പിള്ളേർക്ക് അത്രയും എന്താണ് ഭയങ്കര സ്പോണ്ടേനിറ്റി അവർക്ക്. പിന്നെ എല്ലാവരും ഭയങ്കര ഇമ്മൻസ്ലി ടാലൻറ്റഡ് ആണ് എല്ലാ പിള്ളേരും. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഞാൻ കുറേ പേരുകൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വരെ ഓരോ കുട്ടിയും അതിനകത്ത് ഒരു സീനിൽ വരുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് ലീഡ് റോൾ ചെയ്ത ശ്രീരംഗാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ത്രൂ ഔട്ട് അഭിനയിച്ചിരിക്കുന്ന കുറച്ചധികം കുട്ടികളുണ്ട്. ഇവരൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. സോ അവരായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മളും കുറച്ച് ഇതായിട്ടിരിക്കണം, കെയർഫുൾ ആയിട്ടിരിക്കണം, അലേർട്ടായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് വെരി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ബഡ്ജറ്റ് ലാബ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി, നിശാന്തും റാഫിയും, അവർ ഇത് ഇപ്പോൾ 2 വർഷം മുമ്പ് ആണല്ലോ ഒരു പ്ലാനിങ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഒരു പല്ലൂട്ട് റിലീസ് ആയപ്പോഴത്തേക്കും ചിലപ്പം കുട്ടികളെ വെച്ചിട്ട് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ചില പടങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തേക്കാം. പക്ഷെ അന്ന് ഇതൊന്നുമില്ല. എന്നിട്ടും അവരാ ഒരു ധൈര്യം കാണിച്ചു. അതിന് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഗുഡ് ഫെലാസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അവർക്കൊരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും. ഇവിടെ ചിലപ്പോൾ എല്ലാവരുമായിട്ട് അഭിനയിക്കുകയാണ് അല്ലേ? പുതിയ തലമുറയായിട്ടും പഴയ തലമുറയൊക്കെ ആയിട്ട് അഭിനയിച്ചു പോവാണ്, ഡയറക്ഷൻ ചെയ്തതാണ്. ഇനി ഒരു ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും ബന്ധങ്ങളാണ് ആർട്ടിസ്റ്റുകൾക്കായിട്ട് അല്ലേ? ഇത്രയും ബന്ധങ്ങളാണ്. ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? ഒരു ചൂസില്ല. ഞാൻ നേരെ പരമ്പര അതിനപ്പുറത്ത് ഇപ്പം മമ്മൂക്കടുക്ക് പോകും ഒരു പടം ചെയ്യണമെന്ന്. അല്ല, ഞാൻ ആരെ പുതിയ ഒരാൾക്കേ പോകുന്നില്ല. കാരണം പുതിയ ആൾക്കാർക്ക് അവരുടെ കംഫർട്ട് സോണിലുള്ള ആൾക്കാരുണ്ട്. ഞാനെന്തിനാ വെറുതെ അമ്മാരനോന്ന് പറഞ്ഞാൽ അതിലും വലിയ വിഷമം അല്ലേ? നമുക്ക് മൊത്തത്തിലൊരിതാവും. അത് നല്ല നേരെ ചിലപ്പോൾ നമുക്ക് കൊണ്ട് പറഞ്ഞു ജോണിന്ന് പറയും, ഈ ഉറപ്പുണ്ട്, ആ ഉറപ്പ് മതി എനിക്ക്. അതാകുമ്പോൾ സന്തോഷമുണ്ടല്ലോ. നമ്മുടെ ഇരിക്കുന്ന ആൽബാബറ്റ് തുടങ്ങുന്ന ആദ്യത്തെ പേരല്ലേ മമ്മൂട്ടി. ആ സന്തോഷത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാതെ അഭിനയിച്ചൊക്കെ പൊക്കോളാം. അവിടെ എത്തിയ ഡയറക്റ്റ് ചെയ്യാതെ അഭിനയിച്ചങ്ങ് പൊക്കോളാം. അല്ല, എൻ്റെ ഒരു ചോദ്യം പ്രസക്തമായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ല ഞാൻ പറയില്ലേ, പിന്നെ നമുക്കൊരു സബ്ജക്റ്റ് വരികയാണ്, നമ്മളിപ്പം ചോദിച്ച് നമുക്ക് ആജു ഇങ്ങനൊരു പരിപാടി ഉണ്ട്, എങ്ങനെയുണ്ട് ഉള്ള ചേട്ടാ പ്ലാൻ ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം എല്ലാവരുടെ ഭാഗത്തും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തു തരും. അല്ലാതെ അല്ലാത്തൊരു അപ്രോച്ചിന് പോകാൻ നമുക്കൊരു ഇതുണ്ട്. പിന്നെ അങ്ങനെ ഒരു വിഷയം ഞാൻ പറയും ഇപ്പം എപ്പോഴും എല്ലാ കാലത്തും ഇപ്പം ഞാൻ ദിലീപ് ഒന്നിച്ച് അവർ ഓരോ പ്രായത്തിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ഓരോ നടന്മാർക്കും അവരുടെ കംഫർട്ട് സോണിലുള്ള ഡയറക്ടേഴ്സും കൂട്ടുകാരും ഉണ്ടാവും. എപ്പോഴും പ്രിയൻ സാറ്, ലാലേട്ടൻ, അങ്ങനെയൊക്കെ ഒരു മമ്മൂക്ക, ജോഷ് സാർ, അങ്ങനെ രവീഷ് സാർ, അങ്ങനെ വന്നിട്ടുള്ള എല്ലാ കാലത്തും അല്ലേ? അവരൊരു ഗ്രൂപ്പ് പടം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റപ്പടങ്ങളൊക്കെ ചിലപ്പോൾ പുറത്ത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇൻഡസ്ട്രി എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനത്തെ ടീമുണ്ട് അല്ലേ?
അപ്പം നിവിൻ്റെ, വിനീതിൻ്റെ നല്ല ദുൽഖറിന് അങ്ങനെ ഉണ്ട്, മറ്റേ ഭഗതിന് അങ്ങനെ നസ്ലിൻ ഗിരീഷ് പടം അങ്ങനെ ആ ഹിറ്റ് ആകുമ്പോൾ ആ ഒരു വിജയം ഇതൊക്കെ. അപ്പം നമുക്ക് വിശ്വസിക്കാവുന്ന, നമ്മൾ വിശ്വാസമുള്ള ഒരു നടനൊക്കെ ചെന്നിട്ട് ഇപ്പം മമ്മൂക്കയിടയ്ക്ക് ചെന്നിട്ട് സംഭവം ഒരു ജോണി വേറെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമില്ല. കാരണം എത്രയോ നമുക്ക് മുമ്പ് സിനിമ വന്നില്ല. പക്ഷേ ഒരു പുതിയൊരു പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇത് പഴയ രീതിയാണെന്ന് വല്ലതും പറഞ്ഞാൽ നമ്മുടെ ഉള്ള ആത്മവിശ്വാസം അതിലും നല്ലത് ഇങ്ങനെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലും സ്വർഗത്തിലും ഗുണ്ടജയിലും ഒക്കെ അഭിനയിച്ച് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു പൊക്കോളാം. എതിരാലി എങ്ങോടാ പോണെന്ന് മനസ്സിലായെന്നാണ് പറയണേ. എന്തായാലും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അഭിനയിക്കുന്നു, നിങ്ങളുടെ അഭിനയം ഇഷ്ടമായതുകൊണ്ട് തന്നെയാണല്ലോ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നതും പുതിയ പുതിയ സിനിമകൾ കിട്ടുന്നതും. അഭിനയത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നേ ഒരു സംശയമില്ല, അല്ലേ അജു? തീർച്ചയായിട്ടും. അയ്യോ, അത് ജഡ്ജ് ചെയ്യാനാണ് ആളല്ല. പക്ഷെ പ്രേക്ഷകൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ചിരിപ്പിക്കുന്ന, ഇപ്പൊ ഗുണ്ടാജയൻ എന്തുമാള എമിറേറ്റ്സ് മാളിലെ ലില്ലി പൂക്കളല്ല ഫോറിൻ ജെട്ടി, അതൊക്കെ എന്നെ ഒരുപാട്. അല്ല, ഞാനിപ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരോടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് തയ്ച്ചു ആണെങ്കിലും എനിക്ക് തയ്ച്ചുവിൻ്റെ കാര്യം ചെയ്ത് ഭംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുള്ള ഒരാളായിരിക്കും. അതുപോലെ അജു ഒരു തരത്തിലും അവർ പറയുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്തു, ഒരു തലവേദന ഉണ്ടാക്കാതെ പോകുന്നതാണ്. പിന്നെ ഇവരെയൊക്കെ കിട്ടണം. കിട്ടണം നമുക്ക്. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് തന്നെ പോവുക, നല്ല നല്ല സിനിമകളുണ്ടാവുക. സിനിമകൾ നല്ലതുണ്ടാകുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻകാർക്കാണെങ്കിലും വാർത്തകളുള്ളൂ, ഇൻ്റർവ്യൂസ് ഉള്ളൂ. അപ്പോൾ സിനിമകളെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ സിനിമകളുണ്ടാവും. വരുന്ന പ്രൊഡ്യൂസർമാരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അല്ലേ ചേട്ടാ? എന്താ ആലോചിച്ചാണ് എൻ്റെ ഇടയ്ക്ക്? ഇല്ലില്ല, ഞാൻ ഹൈദരാലിയുടെ പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല, അതെ തീർച്ചയായിട്ടും. നമ്മൾ എന്നാ അറിയാം, ഇന്നലെ പറഞ്ഞ ഫിനിഷിംഗ് പോലെ തന്നെ തോന്നി ഇന്നലത്തെ ഇന്റർവ്യൂ ഇല്ലേ? ആണോ? അങ്ങനെ മാറ്റി പിടിച്ചു. പോയി കഴിഞ്ഞെടുത്താലും മതി. സിനിമയ്ക്ക് മാത്രം പോരാ, വെറൈറ്റി സിനിമകൾ നല്ലതാകുമ്പോഴേ നമ്മൾക്കൊക്കെ നിലനിൽക്കുള്ളൂ. നമ്മളെ ഈ വർഷത്തെ ഞാനിപ്പം ചേംബറിൽ അന്വേഷണം 30-35 സിനിമയുടെ രജിസ്ട്രേഷൻ ഉള്ളൂ. വളരെ കുറവാണ് രജിസ്ട്രേഷൻ. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൻ്റെയൊക്കെ ഇരട്ടി സിനിമയുടെ രജിസ്ട്രേഷൻ നടന്ന കാലഘട്ടത്തിൽ 30-35 സിനിമ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എന്നും ഉണ്ടാവും. സിനിമ എന്താണ് സീറോയിലേക്ക് എത്തും. ഇപ്പോൾ രജിസ്ട്രേഷൻ കാര്യം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മാധ്യമമാണ് സിനിമ, 100%. അപ്പം സിനിമ എല്ലാ കാലത്തും ഉണ്ടാവും. ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറങ്ങുന്ന പടങ്ങളെല്ലാം ക്വാളിറ്റിയുള്ള പടങ്ങളായി മാറുന്ന ഒരു കാലമായിരിക്കും. ഈ 35 പടങ്ങളും ക്വാളിറ്റിയുള്ള പടങ്ങളായിരിക്കും. 150 പടം ഇറങ്ങുന്നതിൽ നിന്നും 10 പടമേ ഹിറ്റാവുള്ളൂ എങ്കിൽ ഈ 35 പടവും ഹിറ്റാവുന്ന ഒരു കാലത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അത്രയും ഫിൽട്ടർ ചെയ്തിട്ടുള്ള പടങ്ങൾ മാത്രം ഇറങ്ങുന്ന ഒരു കാലമായിരിക്കാം ഇനി വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. എന്തായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നല്ല മുദ്രാവാക്യം വിളിയോടുകൂടി ആരവത്തോടുകൂടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കയറട്ടെ. ഈ സിനിമയുടെ പറഞ്ഞ പോലെ നമുക്ക് അന്ന് സിനിമ കണ്ടിട്ട് ബാക്കിയൊന്നും ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും കൂടെ ഉണ്ടാകും. സിനിമയുടെ വിജയത്തിനും എല്ലാത്തിനും കൂടെ ഉറപ്പ് നൽകുന്നു. താങ്ക് യു.